ഇന്നൊരൽപ്പം ചിപ്പിക്കൂണ് കിട്ടി കേട്ടോ. എന്നാൽ പിന്നെ നേരെ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നല്ലോണം ഒന്ന് അടർത്തി മാറ്റി ഒരൽപ്പം ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് ചൂടുവെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുത്ത് വൃത്തിയാക്കിയതാണിത്. ഇനി ഒരു സവോളയും കുറച്ച് ചെറിയുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്, ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചു. 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കൂടെ ചതച്ചടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി വയ്ക്കുക, ചട്ടി ചൂടാകുമ്പോഴേക്കും എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അരിഞ്ഞ് വെച്ച് സവോള ചേർക്കുക, ഉപ്പൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 3/4 ഭാഗം ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. നല്ലോണം ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു ചെറിയ ചട്ടിയിൽ ഒരൽപ്പം എണ്ണ ഒഴിച്ച് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൊണ്ട് ചേർത്ത് ഒരു ചെറിയ മൂപ്പിലൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ആ ഉള്ളിയിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കണം. അതേ ചട്ടി തന്നെ 2 ഗ്ലാസ് വെള്ളത്തിൽ കഴുകി ഒരൽപ്പം ഉപ്പോട് ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കൂൺ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. ചെറുതായിട്ട് വറ്റി വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒരൽപ്പം ഗരം മസാലയും കൂടെ ഇട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂൺ റോസ്റ്റ് റെഡി.